ഏപ്രിൽ 19-ന് പുലർച്ചെ വീട്ടിലേക്ക് ഇരച്ചെത്തിയ അക്രമി സംഘം കണ്ണിൽ കണ്ടവരെയെല്ലാം വെട്ടിവീഴ്ത്തുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന പ്രകാശും രണ്ടാം ഭാര്യ സുനന്ദയും ബഹളം കേട്ട് മുറിയെ വാതിൽ നിന്ന് പൂട്ടിയതിനാലാണ് രക്ഷപ്പെട്ടത്. ഇവർ പോലീസിനെ വിവരമറിയിച്ചു. ഇതോടെ അക്രമി സംഘം കടന്നു കളയുകയായിരുന്നു. പ്രകാശിന്റെ ആദ്യ ഭാര്യയിലുള്ള മകനാണ് കേസിലെ ഒന്നാം പ്രതിയായ വിനായക് ബക്കേല്. ഇയാൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള അക്രമി സംഘത്തിന് കൊട്ടേഷൻ നൽകിയതെന്ന് പോലീസ് പറയുന്നുണ്ട്. അച്ഛൻ പ്രകാശിനെയും രണ്ടാനമ്മയായ സുനന്ദയെയും സഹോദരൻ കാർത്തിക്കിനെയും കൊല്ലാനായിരുന്നു വിനയ് കൊട്ടേഷൻ നൽകിയത്. 65 ലക്ഷം രൂപ കൊട്ടേഷൻ തുക. ഇതിൽ 2 ലക്ഷം രൂപ അഡ്വാൻസും നൽകി. എന്നാൽ സംഭവ ദിവസം കാർത്തിക്കിന്റെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ബന്ധുക്കളും ഇവരുടെ വീട്ടിലുണ്ടായിരുന്നു. കോപ്പാൽ സ്വദേശി പരശുറാമും കുടുംബവും വിവാഹ നിശ്ചയം ചടങ്ങിൽ പങ്കെടുത്ത് മടക്കയാത്ര ട്രെയിൻ കിട്ടാത്തതിനാൽ അന്നേ ദിവസം പ്രകാശിന്റെ വീട്ടിൽ തന്നെ തങ്ങി. തുടർന്ന് ക്വട്ടേഷൻ സംഘം വീട്ടിൽ അതിക്രമിച്ചു കയറിയപ്പോൾ ആദ്യം കണ്ടത് പരശുറാമിനെയും ഭാര്യയും മക്കളെയുമായിരുന്നു. പ്രകാശ് ബക്കലെയും കുടുംബവുമാണെന്ന് തെറ്റിദ്ധരിച്ച് ക്വട്ടേഷൻ സംഘം ആളുമാറിയാണ് ഇവരെ വെട്ടിക്കൊന്നത്.